എല്ലാവരും അടിച്ചു കയറി വാ, അടിച്ചു കയറി വന്നുകൊണ്ടിരിക്കുക. അടുത്തത് ഹേമ പുരസ്കാരം. ഇന്നത്തെ ഹേമ പുരസ്കാരം 2ാം ഘട്ടം. റിയാസ് ഖാൻ. ബാലേട്ടൻ്റെ റിയാസ് ഖാൻ. 9 ദിവസം ഞാൻ കൊച്ചിയിലുണ്ട്. അങ്ങോട്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. കൊച്ചിയിലുണ്ട് 9 ദിവസം. ഏത് പൊസിഷനാ സെക്സിൽ ഇഷ്ടം? ഏതോ ഒരു ക്യാമറാമാൻ്റെ കയ്യിൽ നിന്ന് നമ്പർ തപ്പിയെടുത്തൊരു നടിയെ വിളിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. അവർക്ക് വരാൻ പറ്റത്തില്ലെങ്കിൽ താല്പര്യമുള്ള ഏതെങ്കിലും കുട്ടികളെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചത് റിയാസ് ഖാൻ ചോദിച്ചത്. ആരാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്? ഇപ്പം രേവതി സമ്പത്ത് തന്നെ. ആ കുട്ടിയാണല്ലോ ഇപ്പോൾ പുറത്തു വന്നതെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രായപൂർത്തിയാകാത്ത സമയത്താണ് റേപ്പ് ചെയ്തതെന്ന്. പോക്സോ സിദ്ദിഖിനെതിരെ വരും. പോക്സോ വരും. ഇപ്പം അങ്ങനെയാണ് പുതിയ ആരോപണം വന്നിരിക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത സമയത്ത് +2 വെക്കേഷൻ സമയത്താണ് ആ കുട്ടിയെ റേപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെന്ന്. കടുക്കും. അതായത് ഹോസ്പിറ്റലിൽ പോയത് കഴിഞ്ഞിട്ട് കുട്ടി പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി. അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ടുണ്ട് അതിൻ്റെ കയ്യിൽ. കടുക്കും. കേസെടുക്കാതെ ഇനി നോക്കിയിരിക്കാൻ പറ്റൂലല്ലോ. ഇനി നോക്കിയിരിക്കാൻ സർക്കാരിന് ഇനി എത്ര ഇവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്ന് നോക്കിയാലും നടക്കില്ല. ഇനിയിപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു. ഈ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പുറത്തു വരുന്ന വേറെ പരാതിക്കാരുണ്ട്. ഞാൻ അന്നേ ജോണേട്ടനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, ഏതെങ്കിലും കാരണവശാൽ സർക്കാർ പോലീസിനോട് ആവശ്യപ്പെട്ടാൽ പോലീസ് ഇതിൽ കേസെടുക്കും, FIR ഇടും ഈ വിഷയത്തിൽ. പക്ഷേ പ്രതിയുടെ പേര് എഴുതി ചേർക്കില്ല. അല്ലാതെ തന്നെ FIR ഇടാൻ പറ്റും. FIR ഇട്ട് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പരാതിക്കാർ തന്നെ വരും. ഇതിവിടെ നിന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യങ്ങൾ കൈവിട്ടു ഇവരുടെ നിന്ന്. ഇവർ വിചാരിച്ചു ഒരു കാലത്തും ഇതൊന്നും പുറത്തു വരില്ല, തങ്ങൾക്ക് എന്തും കാട്ടിക്കൂട്ടിക്കൊണ്ടായിരിക്കാമെന്ന്. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചു. നടക്കില്ല. ഹേമ പുരസ്കാരം ഓരോരുത്തർക്കായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പുതിയ പേരുകൾ ഉയർന്നു വരുന്നു. റിയാസ് ഖാൻ ഒരു കാര്യവുമില്ലാതെ ഈ കുട്ടിയുടെ നേരിട്ടൊരു പരിചയവുമില്ലാതിരിക്കെ ക്യാമറാമാൻ്റെ ഇതിന് നമ്പർ മേടിച്ച് ഈ കുട്ടിയെ ഫോണിൽ വിളിച്ചത് രാത്രിയിൽ. ഏത് പൊസിഷനൊക്കെയാണ് ഇഷ്ടം, ഭയങ്കര വൾഗറായിട്ട് സംസാരിച്ചു. പിന്നീട് ഇത് ചെയ്തു എന്ന്, ഏതെങ്കിലും ഒരു കുട്ടിയെ നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും അറേഞ്ച് ചെയ്ത് തരുമെന്ന്. പിന്നെ വേറൊരു നടി രംഗത്ത് വന്നു, സോണിയ മൽഹാർ. തൊടുപുഴയിൽ ചെന്ന് അഭിനയിക്കാൻ ചെന്ന ആദ്യത്തെ ദിവസം തന്നെ പുറകിൽ കൂടെ വന്ന് കയറി പിടിച്ചു. നടന്റെ പേര് പറയുന്നില്ല. തന്നെക്കാൾ ഉയരമുള്ള നടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം കയറി പിടിച്ചപ്പോൾ അവർ എതിർത്തപ്പോൾ അവരോട് പ്രപ്പോസ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ നന്നായി നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു. സിനിമയിൽ അവസരങ്ങളൊക്കെ തരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ അഭിനയിക്കാൻ താല്പര്യമില്ല, ഞാൻ അവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് നിന്നു. അവരതിൽ നിന്ന് വഴങ്ങിയില്ല, അതിൽ നിന്ന് മാറിയ ശേഷം പിന്നീട് ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും തിരിച്ചു വന്ന ശേഷം ഈ നടൻ രാത്രിയിൽ അവർക്ക് പറ്റിപ്പോയതാണ് മാപ്പപേക്ഷ നൽകിയെന്ന്. ഓരോരുത്തരെ പക്ഷേ ഇത് സോണിയ പേര് പറഞ്ഞിട്ടില്ല. ആരെയാണ് പേര് പറഞ്ഞിട്ടില്ല. രേവതി സമ്പത്ത് പേര് വിളിച്ചു പറയുകയാണ്. പേര് ധൈര്യപൂർവ്വം അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് പിന്നെ വിളിച്ചു പറയാം, കാരണം അവരെ സിനിമയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടല്ലോ. അവരെ സിനിമയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി. അതുകൊണ്ട് ഇനിയിപ്പോൾ അവർക്ക് ആ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ചെല്ലാൻ അവർക്കിനി സാധിക്കില്ല. അപ്പോൾ അവർക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. 2019 മുതലേ മീ ടു എന്ന് പറയുന്ന സാധനം അവരുടെ അടുത്ത് ആരോപിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ സജിതാ മഠത്തിലൊക്കെ ആ കുട്ടിയെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഈ WCCയുടെ അവരൊക്കെ ഇവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എത്രയും വേഗം ഈ കുട്ടി കേസിന് പോകണം, പരാതി എഴുതി കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ WCCയിലെ അംഗങ്ങളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയും പറഞ്ഞിരിക്കുന്നു, പരാതി കൊടുത്താൽ ഞങ്ങൾ ഒപ്പം നിൽക്കും. ഭാഗ്യലക്ഷ്മി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ പരാതി കൊടുത്താൽ ആ കുട്ടി പരാതി കൊടുക്കാൻ തയ്യാറായാൽ തങ്ങൾ ഉറപ്പായും നിൽക്കും. പക്ഷെ പോക്സോ കേസൊക്കെ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ മറ്റേ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കൈവിട്ടു. ഇത് 354 ആരാ റിയാസ് ഫോണിൽ വിളിച്ച് അശ്ലീലമായി സംസാരിച്ചു. അപ്പോൾ ഇതിനകത്ത് സ്ത്രീത്വത്തെ അപമാനിച്ചതിന് പോലീസിന് കേസെടുക്കുക. ഇതിൽ പരാതി കൊടുത്ത റിയാസ് ഖാനെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചതിന് കേസെടുക്കുക. ജാമ്യമില്ലാ വകുപ്പാണ് സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറയുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുക, ലൈംഗിക ചുവയോടുകൂടി സംസാരിക്കുക, ഇതൊക്കെ ജാമ്യമില്ലാ വകുപ്പിട്ട് പോലീസിന് കേസെടുക്കുക. അപ്പോൾ റിയാസ് ഖാൻ്റെ പേരിലും കേസെടുക്കേണ്ടി വരും. അശ്ലീലാനന്ദ
റിയാസ് ഖാൻ ഒരു അശ്ലീലാനന്ദയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ കാണുന്നവരൊന്നും നമ്മൾ കാണുന്നവരേ അല്ല എന്ന ഒരു അവസ്ഥയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ ബെസ്റ്റ് ആക്ടർ സിനിമയ്ക്കകത്ത് ഈ സലീം കുമാർ പിന്നെ പറയുന്നൊരു ഡയലോഗുണ്ട്, പിന്നെ പുല്ല് തിന്നുന്ന കിടാവായിട്ട് പോയി തിരിച്ചു വന്നത് മറ്റൊന്നായിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂട്ടിക്ക് ഉപദേശിക്കുന്നത്. സിനിമ എന്ന് പറയുമ്പോൾ അടി ഇടി വെടി അങ്ങനെ ഒരു പരിപാടിയാണല്ലോ എന്ന് സലീം കുമാർ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണല്ലോ സിനിമ എന്ന് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന സിനിമയിൽ കുറേയൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇരകളാക്കപ്പെട്ട അന്ന് പറയാൻ ധൈര്യം കാണിക്കാത്ത ആളുകൾ, രേവതി സമ്പത്ത് അത് പിന്നീട് ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞ ആളാണ്. അവർ മീറ്റു ആരോപണം വന്ന സമയം, അതായത് മീറ്റുവിന്റെ ഒരു കാലഘട്ടം. അതെ, 2016 അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ 2016 അവർ മൈനറാണ്. ഈ സംഭവം നടക്കുന്നത് 2016 നിന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2016 ആ കുട്ടിക്ക് 17 വയസ്സേ ഉള്ളൂ, മൈനറാണ്, പോക്സോയാണ്. 2012 ശേഷം കുട്ടികൾക്ക് നേരെ വരുന്ന ഏത് അതിക്രമവും, ലൈംഗിക അതിക്രമവും പോക്സോയുടെ കീഴിലാണ്. ആ വകുപ്പ് വന്നതിൽ പിന്നെയുള്ള എല്ലാം പോക്സോയുടെ കീഴിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ആ കേസ്, അതിൽ കേസെടുക്കാൻ പറ്റും. മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ കിടക്കും. മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും പോക്സോ എടുക്കാൻ സാധിക്കും. പോക്സോ ഒക്കെ എടുത്ത് അകത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ജീവിതം, പിന്നെ നടൻ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ. ഇത് ഈ ദിലീപ് അവിടെ പോയി ജയിലിൽ കിടന്നിട്ട് ഇയർ ബാലൻസ് തെറ്റി പോയി ദിലീപിന്റെ. ഇത്രയും സൂക്ഷ്മമായി ജീവിച്ചിരുന്ന ദിലീപിനെ ആ ജയിലിൽ കൊണ്ടിട്ടിരുന്നിട്ട് ആ ജയിലിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് തറയിൽ കിടന്ന് ഇയർ ബാലൻസ് തെറ്റിപ്പോയി. അദ്ദേഹത്തിന് ഇയർ ബാലൻസ് തെറ്റി അറിയാമല്ലോ, നമുക്ക് നിവർന്ന് നീക്കാൻ പറ്റില്ല, ബാലൻസ് നിവർന്ന് നീക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇയർ ബാലൻസ് തെറ്റിപ്പോയി. ഇവരൊക്കെ സുഖിച്ച് ജീവിക്കുന്നവരാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഇവരൊന്നും പ്രതീക്ഷിച്ച് കാണത്തില്ല കേട്ടോ. ഇപ്പോൾ റിയാസ് ഖാന്റെ പേര് വന്നിരിക്കുന്നു. ഈ സോണിയ മൽഹാർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ, ഒന്നുകിൽ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. അവര് പേര് പറയാത്തതിന്റെ ഒരു കാരണമായിട്ട് അവർ പറയുന്നത്, ഈ നടൻ കല്യാണം കഴിച്ചു, 2 മക്കളുണ്ട്, സുഖമായി ജീവിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് അവരുടെ കുടുംബജീവിതം തകർക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തിനാണ് ഇപ്പൊ ആരോപണം ഉന്നയിക്കുന്നത്? ഇത് ആരാണ് എന്താണെന്നൊന്നും പറയാതെ ഒരു ആരോപണം എന്തിനാണെന്ന് ഉന്നയിക്കുന്നത്? അവർക്ക് പേര് പറയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആരോപണം ഉന്നയിക്കാൻ പാടില്ല. വെറുതെ ഇരുന്നിട്ട് പിന്നെ ഈ പുകയും മറയും ഉള്ള സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ജെനുവിനായിട്ടുള്ള ആരോപണങ്ങൾ കൂടി അത് മുങ്ങിപ്പോവും. ഇത്ര ഇങ്ങനെ എനിക്കിങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആരാ എന്താണെന്നല്ലോ, പ്രമുഖ നടൻ, പ്രമുഖ സംവിധായകൻ, ഈ പ്രമുഖർക്കാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റുന്ന അവസ്ഥ ഈ ആരോപണങ്ങളിൽ. ഒന്നുകിൽ നിങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ, കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള പേര് എടുത്തു പറയണം, ഇന്നയാൾ എന്ന് കൃത്യമായി പറയണം. ഇവരെന്തിനാണ് എല്ലാവരെയും സംശയത്തിനെ നിഴലിലാക്കുന്നത്? മറ്റുള്ളവരെ എല്ലാവരെയും. അപ്പോൾ 2013 തൊടുപുഴയിലുണ്ടായ സംഭവത്തിൽ അന്ന് ഷൂട്ട് ചെയ്ത ഏത് സിനിമയാണെന്നുള്ള ആളുകൾ തപ്പിയിട്ട് മൊത്തം ആളുകളെ സംശയിക്കത്തില്ല. ആ സിനിമയിൽ ആരൊക്കെ അഭിനയിച്ചിട്ടോ അവരെ മുഴുവൻ തപ്പത്തില്ലേ? ഞാൻ രാവിലെ തപ്പിപ്പോയല്ലേ? നമുക്ക് ആരാന്നറിയാൻ വേണ്ടി ഇവരിങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കണ്ണി കാണുന്ന എല്ലാവരെയും നമുക്ക് സംശയത്തിന് നിഴലിലാവും. ചിലപ്പോൾ ഈ പറയുന്നവർ വളരെ സാധുവായി ജീവിക്കുന്നവരുമായിരിക്കും. ആരെങ്കിലും ഒരാൾ തട്ടിയങ്ങോട്ട് കൊടുക്കും, ഇന്നാൾ ഈ നടന്റെ പേര് ഇന്നതാണ്. അത് കേട്ടിട്ട് ബാക്കിയുള്ളവരോട് അതിന്റെ കൂടെ പിടിച്ചോണ്ടും എല്ലാവരും പറയും, ആ ശരിയാ ഈ നടൻ തന്നെ. ആരെങ്കിലും ഒരാൾ ചുമ്മാ വായി തോന്നി വിളിച്ച് പറഞ്ഞാൽ മതി, പിന്നെ ഇങ്ങനെ ഈ വഴിക്ക് പൊക്കോളൂ. പക്ഷെ ഏതായാലും ഈ പറയുന്ന രേവതി വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. റിയാസ് ഖാന്റെ പേര് പറഞ്ഞിരിക്കുന്നു, റിയാസ് ഖാന്റെ പേര് പറഞ്ഞിരിക്കുന്നു. ആ കുട്ടി പരാതിക്ക് പോകും. അപ്പോൾ ഈ റിയാസ് ഖാന്റെ പേര് പറഞ്ഞു പരാതിക്ക് പോകുമ്പോൾ തീർച്ചയായും റിയാസ് ഖാനെതിരെ കേസെടുക്കും. നമ്പർ 2 അല്ല, നമ്പർ 3 ആയിരുന്നു എന്നല്ലേ? കുറെ ഉണ്ട്, കുറെ ലിസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണെന്ന്, കുറെ ലിസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഓരോരുത്തരുടെ കഥകൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കുക. എനിക്ക് മൊഴി കൊടുത്ത ആളുകൾ ആരും പേര് പുറത്തു പറയുന്നില്ല. മൊഴി കൊടുത്ത ആളുകളൊന്നും പേര് പുറത്തു പറയാതെ അവർ ഒളിച്ചിരിക്കുകയാണ്. ഈ മൊഴി കൊടുക്കാത്ത ആളുകളാണ് ഇപ്പൊ ധൈര്യപൂർവ്വം വന്നത്. അതായത് ഇൻഡസ്ട്രിയായിട്ട് ബന്ധമില്ലല്ലോ അവർക്ക്. ഇപ്പം ഇൻഡസ്ട്രിയായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് ഇവർക്ക് ധൈര്യമായിട്ട് പറയാം. മറ്റവർക്ക് പറയാൻ പറ്റത്തില്ലെന്ന്. ഇപ്പൊ ഷമി തിലകൻ പറഞ്ഞ കാര്യം അറിയാമോ? എനിക്കിവരെ ഭയമാണെന്ന്, ഞാനിപ്പോ സിനിമ ചെയ്യാതിരിക്കുവാന്ന്, ഞാനിപ്പോ സിനിമയിൽ നിന്ന് മാറി നിൽക്കുകയാണ്, എനിക്ക് അവരെ ഭയമാണ്, ഈ പവർ ഗ്രൂപ്പിനെ എനിക്ക് ഭയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് പോലും ഭയം തോന്നുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ശക്തിയാണ് ഇവർ വലിയ ഒരു ബെൽറ്റായിരുന്നു. ആ ബെൽറ്റിന്റെ ഒരു ഭാഗത്ത് വിള്ളൽ വീണു, ആ ചങ്ങലയിലെ ഒരു കണ്ണിയിൽ വിള്ളൽ വീണു. അപ്പോൾ ഈ ബെൽറ്റിന്റെ ബലം കുറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ ഇവർ എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്, പരിഭ്രാന്തരാണ്, ഭയപ്പാടിലാണ്. ഒന്ന് വിളിച്ചു നോക്കുക, എല്ലാ നടന്മാരുടെയും ഫോണുകളിൽ ഒന്ന് തപ്പി വിളിച്ചു നോക്കുക, എല്ലാം ചറപുറ വെയിറ്റിംഗ് ആയിരിക്കും, കോൾ വെയിറ്റിംഗ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ദൂരാ വിളിച്ചോണ്ടിരിക്കുകയാണ്, നീ പെടുവോ ഞാൻ പെടുവോ. അത് പിന്നെ ഈ ഉപദ്രവിച്ചവരെയൊക്കെ വിളിച്ചു പറഞ്ഞ് ഇപ്പൊ തന്നെ സെറ്റിലാക്കുകയും ചെയ്തതാണ്. പരമാവധി എല്ലാവരെയും വിളിച്ച് പറയരുത്, അവസരം തരാം, അടുത്ത സിനിമയിൽ അവസരം തരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് സെറ്റിലാക്കിക്കൊണ്ടിരിക്കുമായിരിക്കും. ഇപ്പം അതിന് ഓട്ടപ്പാച്ചില്ലായിരിക്കുമെന്നേ. പലരുടെയും മാനേജർമാർ പറക്കിയായിരിക്കും, ഇപ്പം തേരാപാര കടന്ന് ഓടുമായിരിക്കും, ഓടി കടന്നായിരിക്കും ഇപ്പം കാര്യങ്ങളെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇല്ല പേര് വരത്തില്ലേ, പുറത്ത് വരത്തില്ലേ. ഇപ്പോൾ റിയാസ് ഖാൻ്റെ വന്നു, ഇനി ആരുടെയൊക്കെ വരുമെന്ന്, പോകുന്ന വഴിയിൽ ഇനി ആരൊക്കെ പെടുമെന്ന് ഒരു പിടുത്തവുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒരു പ്രത്യേക ഏരിയ, ഒരു ബ്ലോക്ക് തയ്യാറാക്കിയിട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ സെറ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ അമ്മയുടെയൊക്കെ മീറ്റിംഗ് പൂജപ്പുര വിളിച്ചു ചേർക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ദിലീപ് സന്തോഷിക്കായിരിക്കും കേട്ടോ. ദിലീപ് മാത്രമാണല്ലോ എപ്പോഴും ഇങ്ങനെ വേട്ടയാടപ്പെട്ടുകൊണ്ടേ ഇരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഒരു ചിന്ത. ഇപ്പൊ പടപടാ ആൾക്കാർ വരുന്നു അദ്ദേഹത്തിന്റെ പിന്നാലെ, ഇഷ്ടംപോലെ ആളുകൾ നിരന്ന് വന്നുകൊണ്ടിരിക്കുന്നു. വെൽക്കം ടു സെൻട്രൽ ജയിൽ, വെൽക്കം ടു സെൻട്രൽ. അങ്ങനെ ഒരു സിനിമ ചെയ്ത ശേഷമാണ് അദ്ദേഹം ജയിലിൽ പോയത്. അത് സുന്ദർദാസ് സാറിന്റെ സിനിമയായിരുന്നു. സുന്ദർദാസ് സാറിന്റെ സിനിമയ്ക്ക് ശേഷമാണ് അദ്ദേഹം ജയിലിൽ പോകുന്നത്. അതിന്റെ പേരിൽ സുന്ദർദാസ് സാറിനെ പോലീസ് വിളിച്ച് മൊഴിയെടുത്തായിരുന്നു. അതിനുശേഷം സുന്ദർദാസ് സാറും ദിലീപുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ അറിവ്.